തക്കബീരിൻ ധ്വനി പൊങ്കും അടർക്കളമുഹദിന്റെ തതി പെറ്റ തിരുത്വാഹ കുഫിർ നടുവിൽ കുടരെ നയനമെ തന്നിലാക്കി തക്കബീരിൻ ധ്വനി പൊങ്കും അടർക്കളമുഹദിന്റെ തതി പെറ്റ തിരുത്വാഹ കുഫിർ നടുവിൽ തൊക്കെ കരം പിടുത്തെടുത്തതി ക്ഷണം മിസ് പുന്തി കുടരെ നയനമെ തന്നിലാക്കി തങ്ക കരമ്പലം വെട്ടി. ഹേ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ലാഗില്ലാണ്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പെരുന്നാൾ തലേന്നിൻ്റെ വ്ളോഗാണ്. ഫസ്റ്റ് തന്നെ പറയാം, ഈ വ്ളോഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. കാരണം കുറച്ച് ലെങ്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എഡിറ്റ് ചെയ്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കുറവാണ്. പെരുന്നാൾ തലേന്ന് പോലെ തന്നെ ഈ വ്ളോഗിന് വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. കാര്യം നമ്മൾ ഇക്കൊല്ലത്തെ ലാസ്റ്റത്തെ നോമ്പായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അത്താഴത്തിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കറിയാൻ ഞാൻ പെരുന്നാൾ തലേന്നിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അപ്ലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷെ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി പിറ്റേ ദിവസം തന്നെ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ മാക്സിമം പെരുന്നാൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ അത്താഴം കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് സുബഹി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിന് മുമ്പ് എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മിന്നുനും മോനുനൊക്കെ ഇപ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓർക്ക് ഉച്ചവരെ ഉള്ളൂ ക്ലാസ്, ഇക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഞാൻ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ലേറ്റ് ആവാറാണ് ഉണ്ടാവുക. പക്ഷെ ഇന്നെന്തോ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഗായ്സ്, ക്ലാസ് പോയിട്ട് വരാം. പിന്നെ ഈ ക്ലിപ്സും കാര്യങ്ങളൊക്കെ മിന്നു എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്കൊക്കെ എടുത്ത ക്ലിപ്സാണ്. ഒരു ഉച്ചക്ക് വന്നപ്പോൾ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറേ ആയി അമ്മ ഗ്രേപ്പ് ജ്യൂസ് അടിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ഗ്രേപ്പ് എന്ന് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നോമ്പിൻ്റെ ലാസ്റ്റ് ജ്യൂസാണ് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ തലേ ദിവസം തന്നെ മൈലാഞ്ചി കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ എല്ലാവരും കൂടെ ഭയങ്കര റഷാവെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ ഇക്കിടാൻ പറ്റുമല്ലോ, ലെഫ്റ്റ് ഹാൻഡിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ അത് വേഗം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം, ജ്യൂസ് വേഗം അടിച്ച് വെച്ചു പറഞ്ഞല്ലോ. ആ ജ്യൂസ് ഒരു വേഗം സെറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചെങ്കിൽ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ 1-2 ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ അതും അതേപോലെ തന്നെ ഇന്ത്യയും അമ്മാൻ്റെയും 1-2 വാച്ചൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജ്യൂസ് വേഗം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ഈവനിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ അതിന് കൂടുതൽ കിടന്ന് ഓടുന്നതാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് വേഗം സെറ്റ് ചെയ്തത്. അതിന് വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് ഗ്രേപ്പിൻ്റെ ജ്യൂസാണ് എന്നുള്ളത്. അപ്പോൾ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ജ്യൂസസൊക്കെ സെർവ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ലുക്ക് അറ്റ് ദിസ് ജഗ് ഗൈസ്, ഇറ്റ്സ് സോ പ്രിറ്റി. ഇക്കൊല്ലത്തെ ഇഫ്താറിൻ്റെ വാട്ടർ എയ്റ്റിനിടെ ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുപുസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ന്യൂസ് ഇട്ട് നോക്കിയപ്പോഴാണ് പെരുന്നാൾ നാളെ തന്നെ ആണ് എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഒരു പ്രത്യേകതരം പൊലിവായിരുന്നു. കാരണം നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചൊക്കെയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പെരുന്നാൾ നാളെയാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മ ബാക്കി പിറ്റേ ദിവസം സെറ്റാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പെരുന്നാളിന് പ്രാവശ്യം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് വ്ളോഗിൽ കാണാം. അപ്പോൾ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മാങ്ങ, മമ്മാൻ്റെ ഒരു സ്പെഷ്യൽ അച്ചാറുണ്ട്. അച്ചാറെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മാങ്ങയുടെ ഒരു സംഭവം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ്മ മാങ്ങ കൂടെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഒപ്പം പൊട്ടാറ്റോസും കുറച്ച് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കറിയാം ഈ പെരുന്നാൾ തലേന്നിൻ്റെ വ്ളോഗ് അത്യാവശ്യം ഭയങ്കര ഷോർട്ടായിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ എന്താക്കാനാണ്, ഞാൻ ലെങ്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ലെങ്ത് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കിച്ചണിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂം ഫൈനലായിട്ടൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കാരണം നോമ്പും കാര്യങ്ങളും എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ആക്കിയിരുന്നു. മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ ടേബിൾ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈദിനും മെഹന്തി എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം രണ്ടാൾക്കും മമ്മട്ടായിരുന്നല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റിക്കായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മെഹന്തി ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം കണ്ടല്ലോ, ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കൂടുതൽ ചുറ്റി തിരിയാണ്ട് വേഗം കടന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പിറ്റേ ദിവസം ഈദാണല്ലോ, അപ്പോൾ നേരത്തെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈദ് വ്ളോഗിൽ കാണാം. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.